ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനൊരു സ്ഥലം വരെ പോകുന്നത് നമ്മുടെ അൻമറ മാമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവരാരും അറിയില്ല ഞാൻ വന്നത്. ഹായ് നെയിലാണ്. ഞാൻ ഉള്ളിലേക്ക് കയറിപ്പോട്ടെ. എല്ലാവർക്കും സർപ്രൈസ് ആവും. എല്ലാവർക്കും സർപ്രൈസ് ആയി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു, അവിടെ എത്തിയപാടെ ഒരു ജ്യൂസൊക്കെ കഴിച്ച് കുട്ടികളുമായിട്ട് കുറച്ച് കളിച്ചു. അപ്പോൾ ഫോണിൻ്റെ ചൂട്ടിലെല്ലാവരും, കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും. ഇത് ആങ്ങളേൻ്റെ ഓളും പെങ്ങളും വന്നേ. അപ്പോൾ രണ്ടാളും മത്സരിച്ച് ഫോണ് കുത്തു വന്നു. ഇത് നമ്മുടെ സിമ്ര, ഷെക്കിൻ്റെ മോളാണ്. പിന്നെ അപ്പോഴേനും നമ്മുടെ സെക്ഷൻ ഹെഡ്സൊക്കെ വന്നു. പിന്നെ നസ്രീന മാം എല്ലാവരും എത്തി കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എത്തേണ്ട എല്ലാവരും വന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡിൻ്റെ പരിപാടി, അപ്പോൾ ഇല കഴുകുന്നു, പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കുന്നു, അതിനിടയിൽ കുറച്ച് സൊറ പറയുന്നു, അങ്ങനെ എന്താണ്ടൊക്കെയോ. അപ്പത്തിനാണ് നമ്മുടെ സിന്ധു മാമിൻ്റെ ഒരു ഐറ്റം എത്തിയത്. എല്ലാവരും നല്ല അഭിപ്രായം പറയണമെന്ന് ആദ്യമേ മുൻകൂർ ജാമ്യം എടുത്തു. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ നമ്മുടെ ഫുഡിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കറികളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മൽഹൂൺ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹനാൻ. തൂശനില മുറിച്ചു വച്ചു, തുമ്പപ്പൂ ചോറു വിളമ്പി, ആശിച്ച കറിയെല്ലാം നിരത്തി വച്ചു. ക്ഷമയില്ല ഒട്ടും. അപ്പോൾ അവസാനത്തെ പായസവും നമ്മുടെ ഹോളികയും പപ്പടവും പഴവും ഒക്കെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ തന്നെ ഒരു ആഹാ. നമ്മളെ ശരിക്കില്ലേ സദ്യ തിന്നൽ ഇതാണതാ. ആ ഇലയൊന്ന് നോക്കൂ ഗൈസ്. അപ്പുറത്തെ ഹനാൻ്റെ ഇല നോക്കൂ, സിന്ധു മാമിൻ്റെ ഇല നോക്കൂ ഗൈസ്. നിങ്ങൾ അർജൻറ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പോയി കേട്ടോ. ബാക്കി നമ്മളെല്ലാവരും അതുപോലെ തന്നെ ആക്കി കേട്ടോ. ഇലയൊക്കെ വടിച്ചു. ഈ അടിക്കുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? എന്നാലും അതെ കേട്ടോ, പഞ്ചായത്ത് മെമ്പറാണ്. പിന്നെ അതിനിടയിൽ 2 കള്ളന്മാർ അവിടുന്ന് പെപ്സിയും മിറാണ്ടയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എവിടേക്കാണോ പോകുന്നത്? വയറ്റിൽ കൊക്കപ്പുഴ ഉണ്ടോ എന്നൊരു സംശയം. വീട്ടിലാകെ ഇതുവരെ തുടച്ചെന്ന് നോക്കാനുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഭയങ്കര തുടതടോ. ഈ അടിച്ചു വരുന്ന ഒരു പഞ്ചായത്ത് മെമ്പറാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? പഞ്ചായത്ത് മെമ്പറാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. പിന്നെ അല്ല, അടിയും തുടയൊക്കെ കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ളത് സെറ്റായി കേട്ടോ. അപ്പോൾ നമ്മളെ ആ പണ്ടത്തെ നൊസ്റ്റു വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ക്ഷീണത്തിൽ ഇങ്ങനെ സൈഡായിട്ടുണ്ട്. അപ്പത്തേനും ബാക്കിയുള്ളത് വന്നിട്ടാ. അപ്പോൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. ഞാനായിട്ട് പറയണ്ടല്ലോ. ഉപ്പിലിട്ട എന്നാ പറയേണ്ടത് നെല്ലിക്കയുണ്ട്, മാങ്ങ പരക്കിയതുണ്ട്, പിന്നെ നമ്മളെ തേനുമുട്ടായി, പുളിമുട്ടായി, അങ്ങനെ എന്തൊക്കെയോ എന്താണ്ടൊക്കെ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൊസ്റ്റു ഫീലാകുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചൊരു റീലെല്ലാം വെച്ച് ഡാൻസെല്ലാം കളിച്ച് പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്തായാലും നല്ലൊരു ദിനമായിരുന്നു കേട്ടോ. നമ്മളെ എന്താ പറയുക, MPISൽ അതായത് MP ഇൻ്റർനാഷണൽ സ്കൂളിലെ കുറച്ച് ടീച്ചേഴ്സ് എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും വന്നവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചു പോയി എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നസ്രീന മാമിൻ്റെ വണ്ടിയിലായിരുന്നു വന്നത്. അപ്പോൾ മാം എന്നെ നമ്മുടെ വീട്ടിൻ്റെ വഴിക്കിറങ്ങി. ഞാനിതാ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ ബായ്.